കുളിർമഞ്ഞ് പതിയുന്ന ഒരു ക്രിസ്തുമസ് രാത്രിയായിരുന്നു അത്. ചെറിയ ഗ്രാമത്തിലെ വീടുകൾക്ക് മുകളിലൂടെ സ്വർണ്ണവിളക്കുകൾ മൃദുവായി തിളങ്ങിയിരുന്നു. ആ ശാന്തതയ്ക്ക് അരികിൽ ആരോ ഒളിഞ്ഞുനിന്ന ഒരു കഥയുടെ തുടക്കം രൂപം കൊണ്ടുകൊണ്ടിരുന്നു. ആ ഗ്രാമത്തിന്റെ ഒരു കോണിൽ ഒരു ചെറിയ വീട്ടിൽ ഒരു അമ്മ ഇരുട്ടിനൊപ്പം പോരാടിക്കൊണ്ടിരുന്നു. എത്ര കഷ്ടപ്പാടുണ്ടായാലും തന്റെ മകൻ ലിയോയോട് ഒരു ക്രിസ്തുമസ് സമ്മാനം കൊടുക്കണം എന്നത് അവളുടെ മനസ്സിൽ ഉറച്ചിരുന്ന ഒരു സ്വപ്നം. അതേസമയം ലിയോ ക്രിസ്തുമസ് കാലത്തിന്റെ മൃദുല സ്വപ്നങ്ങളിൽ മുങ്ങി ഉറങ്ങിക്കിടന്നു. അമ്മ എന്താണ് സമ്മാനിക്കുമെന്ന് അവൻ പോലും കരുതിയില്ല. എന്നാൽ അമ്മയുടെ ഹൃദയത്തിൽ അത് തീരുമാനമായി കഴിഞ്ഞിരുന്നു. അവൾ തളർന്നുവെങ്കിലും കനത്ത മഞ്ഞുവീഴ്ചയിൽ വഴിയിലൂടെ നടന്നുകൊണ്ട് ഒരു ചെറിയ കടയിലേക്ക് എത്തി. എന്റെ മകനെങ്കിലും ഒരു സമ്മാനം ലഭിക്കണം എന്ന ആത്മവിശ്വാസത്തിന്റെ ചൂടാണ് അവളെ മുന്നോട്ട് നയിച്ചത്. കടയ്ക്കുള്ളിൽ ചൂടും പ്രകാശവും നിറഞ്ഞു. അവളുടെ കണ്ണ് ഒരു പഴയ സംഗീതപ്പെട്ടിയുടെ മുകളിൽ നിൽക്കുകയായിരുന്നു. ഇത് തന്നെയാണ് ലിയോയ്ക്ക് ഇഷ്ടമാവുക, അവൾ ചിരിച്ചു പറഞ്ഞു. വീട്ടിലേക്കുള്ള വഴി കുളിരും ക്ഷീണമും അവളുടെ ശരീരം പിടിച്ചുലച്ചിരുന്നു. മഞ്ഞിൽ അവൾക്ക് കാൽ വഴുതി. കയ്യിൽ പിടിച്ചിരുന്ന സമ്മാനച്ചെറുപ്പെട്ടി മഞ്ഞിന്മേൽ പതിച്ചു. അവൾ അവസാനം പറഞ്ഞത്, ലിയോ, ക്രിസ്മസ് ആശംസകൾ. അടുത്ത ദിവസം രാവിലെ വാതിൽക്കൽ ഒരു ചെറിയ സമ്മാനപ്പെട്ടി. ലിയോ അത്ഭുതത്തോടെ അത് എടുത്തു. തുറന്നപ്പോൾ സംഗീതപ്പെട്ടിയുടെ മൃദുസ്വരങ്ങൾ മുറി മുഴുവൻ നിറഞ്ഞു. അവൻ ചിരിച്ചു. പക്ഷേ അമ്മയില്ല. അവളുടെ സ്നേഹം മാത്രം. ആ സംഗീതപ്പെട്ടി ലിയോയുടെ ജീവിതത്തിൽ ഒരു ഓർമ്മയായി മാറി. അമ്മ എന്റെ കൂടെയുണ്ട്. ഈ സ്വരത്തിൽ അവൻ ഓരോ വർഷവും പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഓരോ ക്രിസ്മസിലും ലിയോ അതേ സംഗീതപ്പെട്ടി തുറക്കുന്നു. അമ്മയുടെ സ്നേഹം കാലം കെടുത്താൻ കഴിയാത്ത ഒരേയൊരു സമ്മാനമായി തുടരുന്നു. ഈ കഥ നിങ്ങൾക്ക് മനസ്സിലെങ്കിലും തൊട്ടുവെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി എഴുതാനും മറക്കല്ലേ. ഇനിയും ഇത്തരത്തിലുള്ള ഹൃദയസ്പർശിയായ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ചെറിയ ഒരു ക്ലിക്ക് ഞങ്ങൾക്ക് വലിയൊരു ശക്തിയാണ്.